ഹലോ കൂട്ടുകാരെ, ഞാനൊരു കാര്യം പറയാവേ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത് കേട്ടോ. എപ്പോഴും ഞാൻ ഷോർട്ട് വീഡിയോ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഇനി ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ കുറച്ച് കൂട്ടുകാരൂടി എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴത്തേനും ഒരു 10-12 പേര് ഭയങ്കര കൂട്ടുകാരായിരുന്നു കേട്ടോ. അവർ ഞങ്ങളെല്ലാവരും ഇപ്പോഴും നല്ല കൂട്ടാണേ. അങ്ങനെ ഞങ്ങൾ ഒരു 2-3 മാസമൊക്കെ കൂടുമ്പം ഓരോരുത്തരുടെ വീട്ടിലായിട്ട് ഇങ്ങനെ കൂടാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് കൂടിയത് ഈരാറ്റുപേട്ടയിൽ തന്നെയുള്ള കൂട്ടുകാരിയുടെ വീട്ടിലാണേ. ആ കൂട്ടുകാരിയാണ് കേട്ടോ ഈ നിൽക്കുന്ന ഈ നീല ചുരിദാറിട്ട കൂട്ടുകാരി. അപ്പം ഞങ്ങളും എല്ലാവരും വന്നപ്പോഴത്തേനും അവൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ചിക്കൻ ബിരിയാണിയും തേങ്ങാച്ചോറും ബീഫ് ഫ്രൈയും കുറേ കറികളും ഐസ്ക്രീമും ഒക്കെ അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ദൂരെയുള്ള കൂട്ടുകാരൊരു 3-4 പേരുണ്ട് കേട്ടോ. ദൂരെ കല്യാണം കഴിച്ചു വിട്ട കൂട്ടുകാരികൾ. ബാക്കി എല്ലാവരും ഞങ്ങൾ ഈരാറ്റുപേട്ടയിൽ തന്നെ ഉള്ളതാണ്. എറണാകുളത്തുള്ള കൂട്ടുകാരിയും മൂവാറ്റുപുഴയിലുള്ള കൂട്ടുകാരിയും പിന്നെ കാഞ്ഞിരമുറ്റം കാഞ്ഞിരപ്പള്ളി അവിടെയുള്ളവരെല്ലാവരും വന്നെത്തിയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നെത്തിയപ്പം ഒരു 1-1.5 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. ഞങ്ങൾ കുറച്ച് സമയം ജ്യൂസൊക്കെ കുടിച്ചിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഫുഡൊക്കെ എടുത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറേ സമയം നന്നായിട്ട് എൻജോയ് ചെയ്ത് മനസ്സൊക്കെ നല്ല ഫ്രീ ആയി. നമ്മൾ പഴയ 10ാം ക്ലാസ്സിലെ പ്രായത്തിലോട്ട് പോയായിരുന്നു കേട്ടോ. ആ ഒരു സമയം നമ്മളിങ്ങനെ എല്ലാ കൂട്ടുകാരെയും കണ്ടു കഴിയുമ്പോൾ നമ്മളങ്ങനെ ആകുമല്ലോ. ഇത് പിന്നെ അവളുടെ ഭർത്താവിൻ്റെ ഉമ്മയാണ് കേട്ടോ. നല്ല ഒരു ഉമ്മയായിരുന്നു, നല്ല സ്നേഹമുള്ളൊരു ഉമ്മയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലുള്ള കൂട്ടുകാർ വന്നപ്പം നല്ല പരിപ്പ് പായസവും പിന്നെ ഞങ്ങൾക്ക് ഒരേ ഒരു കൂട്ടുകാരി ഉള്ളു കേട്ടോ, മിനിമോള്. അവളിന്ന് ഓണമായിട്ടും കൂടി അവൾ ഇന്ന് ഞങ്ങളുടെയൊക്കെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ പായസമൊക്കെ വെച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളെല്ലാവരും പായസമൊക്കെ വിളമ്പിപ്പിറക്കി ഓരോരുത്തരായിട്ട് അങ്ങ് കൊടുക്കുകയും ഓരോരുത്തരത് പിന്നെ വിളമ്പി തന്നെ കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഈ നിൽക്കുന്നുണ്ടല്ലോ, അത് ഞങ്ങൾ പോയ കൂട്ടുകാരിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. അത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പായസമൊക്കെ വിളമ്പി കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ നൈസില്ലേ, ഈ നൈസിലത്തെ പൊരി സാധനമൊക്കെ ബേക്കറിയുടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന നൈസിൻ്റെ ഗോഡൗൺ അവിടെ അടുത്താണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ പൊരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടി ഞങ്ങളിങ്ങനെ വീതം വെക്കും കേട്ടോ. എവിടെ പോയാലും ഞങ്ങളിങ്ങനെ അവൾ ഞങ്ങൾക്ക് കൊണ്ട് തരികയും ചെയ്യും. ഞങ്ങളിങ്ങനെ അത് വീതം വെച്ച് എല്ലാവരും കൂടി എടുക്കുകയും ചെയ്യും. അങ്ങനെ അതൊക്കെ വീതം വെച്ച് ഞങ്ങൾ ഓരോ കൂടുകളിലൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന് നല്ല കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്